السلام عليكم ورحمة الله. عظموا ضحاياكم فإنها على الصراط مطاياكم. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഈ ഹദീസിൽ ഉളുഹിയ്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഉളുഹിയ്യത്ത് എന്ന കർമ്മം ബലിപെരുന്നാളിനോടനുബന്ധിച്ച് നടക്കുന്ന ഒരു ബലികർമ്മം. എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഉളുഹിയ്യത്ത് എന്ന് അറബിയിൽ പറഞ്ഞ മലയാളം പോലെ എല്ലാവർക്കും അറിയുന്ന സംഗതി. നിങ്ങളുടെ ലഹായാനെ നിങ്ങൾ ഉഷാറാക്കണം. നിങ്ങൾ ഉളുഹിയ്യത്ത് അറുക്കുന്ന മൃഗങ്ങളെ നല്ല ഉഷാറാക്കി നല്ലത് നോക്കിയിട്ട് നല്ല ഉഷാറാക്കി ചെയ്യണം. കാരണം എന്താ? ഇന്നാല സിറാത്തി മത്തായാക്കും. കാരണം നാളെ സിറാത്ത്, സ്വർഗത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കാനുള്ള മാർഗം, സിറാത്തിലൂടെ കടന്നു വേണം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ. സിറാത്ത് എന്ന പാലം എന്നൊക്കെ പറയുമല്ലോ, അത് ഏത് രീതിയിലാണ്, ഏത് പാലാണ്? ഇപ്പൊ ഇവിടെ ദുനിയാവിൽ കാണുന്ന ഈ പാലാണോ, അതല്ല മറ്റെന്തെങ്കിലും വിശദമായ അത്യാധുനിക ടെക്നോളജിയിൽ ഉള്ള വേറെ ഏതെങ്കിലും തരത്തിലുള്ള പാലങ്ങളാണോ? അല്ലാഹു ആലം. എന്തായാലും പാലം, എന്തായാലും പാലം കടന്ന് വേണമല്ലോ സ്വർഗത്തിലേക്ക് എത്താൻ. എന്തായാലും സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ഒരു തെറ്റുകളൊക്കെ ചെയ്തവരെ അപേക്ഷിച്ചിടത്തോളം ദുഷ്കരമായ ഒരു മാർഗമാണ്. ആ മാർഗത്തിൽ വളരെ സുന്ദരമായി കടക്കാൻ ഈ ലോകത്ത് നിന്ന് തന്നെ വാഹനം ഏർപ്പാടാക്കാൻ ചെയ്യുന്ന ഒരു പണിയാണ് ഉളുഹിയ്യത്ത്. അതുകൊണ്ട് ഉളുഹിയ്യത്തിനെ, അറുക്കുന്ന മൃഗത്തിനെ നിങ്ങൾ നന്നായിട്ട് ഉഷാറാക്കണം. ആ പരിപാടി നന്നായി ചെയ്യണം. കാരണം നിങ്ങൾ ആഖിറത്തില് സിറാത്തിലുള്ള വാഹനം ഇപ്പൊ ഒരു പോത്തിനെ അറുത്താൽ പോത്തിന്റെ സ്പീഡിൽ ഒരു പോത്ത് തന്നെയെന്ന് മനസ്സിലാക്കണ്ട. വാഹനമാണ്, ഒരു വാഹനം നമ്മൾ റെഡിയാക്കി വെച്ചു. ആ വാഹനത്തിന് എന്ത് സ്പീഡ് വേണം, എത്രമാത്രം ഉഷാറാക്കണം. നിങ്ങൾ വഹിയത്ത് എത്ര ഉഷാറാക്കിയോ അതിനനുസരിച്ച് നാളെ അവിടേക്കനുസരിച്ചിട്ടാ വാഹനം നന്നാവര്. പക്ഷെ ഇവിടെ ഉഷാറാക്കുന്നതനുസരിച്ചാണ് അവിടേക്കനുസരിച്ചുള്ള ആ കാറ്റഗറി വർദ്ധിക്കുക. അപ്പൊ ഉളുഹിയ്യത്ത് കർമ്മം വളരെ പ്രധാനപ്പെട്ടതാണ്. മഹാന്മാരെ നമ്മളെ പഠിപ്പിച്ച എന്താണ്? സ്വതക്കയേക്കാൾ പ്രതിഫലമാണ് ഉളുഹിയ്യത്ത്. കാരണം എന്താ? ഉളുഹിയ്യത്ത് നിർബന്ധമാണ് എന്ന് വരെ അഭിപ്രായമുണ്ട്. സ്വതക്കനെ കുറിച്ച് നിർബന്ധം എന്ന അഭിപ്രായമില്ലല്ലോ. അപ്പൊ സ്വതക്കയേക്കാൾ പ്രതിഫലമുള്ളതാണ് ഉളുഹിയ്യത്ത്. പ്രത്യേകിച്ച് ഒരു കുടുംബം, ഒരു വീട്ടുകാര്, ആ വീട്ടുകാരിൽ ഒരാളെങ്കിലും ഒരു സുന്നത്ത് കിഫായ, പൊതുവായ ഒരു സുന്നത്തായ ബാധ്യത എന്ന നിലക്ക് ഒരാളെങ്കിലും അത് അറക്കണം. ഒരാളർത്ത ആ ഒരു ചേട്ടം എല്ലാവരും തൊട്ട് ഒഴിവായി. ഒരു കുടുംബത്തിൽ ഒരു ഉളുഹിയ്യത്തെങ്കിലും നടക്കണം എന്ന് അത്രത്തോളം അതിന് പ്രാധാന്യം കൽപ്പിക്കപ്പെട്ട ഒരു കർമ്മമാണ് ഉളുഹിയ്യത്ത്. അപ്പൊ ആ ഒരു ഉളുഹിയ്യത്തിൽ കഴിവുള്ളവരൊക്കെ പങ്കെടുത്ത് ഉളുഹിയ്യത്ത് നന്നാക്കുക. അത് നാളെ പരലോകത്ത് വളരെ ദുർഘടമായ ഒരു പാത, പാപികൾക്ക് വളരെ പ്രയാസകരമാകുന്ന ഒരു പാത, അതിലൂടെ വിട്ടുകിടക്കാനുള്ള ഒരു വാഹനത്തെ ഞാൻ തയ്യാറാക്കുകയാണ് എന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യത്തോടു കൂടെ മനസ്സിലാക്കിയിട്ട് ഉളുഹിയ്യത്ത്. ഈ ഉളുഹിയ്യത്ത് കർമ്മത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ അവരുടെ പങ്കെടുക്കുന്ന രീതി അനുസരിച്ച് വളരെ ശ്രദ്ധിക്കണം. ഒറ്റക്കൊരാൾ ഉളുഹിയ്യത്ത്, അതിന്റെ മൃഗമുണ്ട്, ഒരാൾക്ക് ഒറ്റക്ക് ഇറക്കാവുന്ന രീതിയിലുള്ള കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു മൃഗത്തിലുള്ള ആൾക്ക് ഒറ്റക്ക് തന്നെ ഇറക്കാം. അതല്ലെങ്കിൽ 7 പേർക്ക് പങ്കുചേരാവുന്ന രീതിയിലുള്ള മൃഗമാകുമ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ പോത്ത്, കാള പോലത്തെ മാട് വർഗം, അതിലൊക്കെ നമുക്ക് 7 ആൾക്ക് കൂടിയിട്ട് ഒന്നർത്താൻ മതി. 2 വയസ്സായ സാധനം ആവണം. പാല് 7 ആൾക്ക് കൂടാം. അങ്ങനെയാണെങ്കിൽ കൂടി ചേർന്നിട്ട് ഇറക്കാം. അതല്ലെങ്കിൽ ഒരാൾക്ക് തന്നെ ഒരു മാടിനെ ഒപ്പിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. മാടാകുമ്പോ പിന്നെ പറ്റൂല, ഒന്നേ പറ്റുള്ളൂ. എല്ലാ കാര്യങ്ങളും അതല്ല ഇവിടെ പറയാൻ പോകുന്ന വിഷയം. അങ്ങനെ അറവ് ഒറ്റക്കാണെങ്കിൽ കൂടുതൽ പ്രയാസങ്ങളില്ല. കഴിവുണ്ടെങ്കിൽ അത് വലിയ കൂടുതൽ ഷർത്തുകളില്ല. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അത് എളുപ്പമുണ്ട്. പക്ഷെ കൂടി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഉളുഹിയ്യത്ത്, പിന്നെ സംഘടിത ഉളുഹിയ്യത്ത്, അത് ഒരുപാട് ആളുകൾക്ക് സൗകര്യമാണ്. എന്താ വെച്ചാൽ 7 ആളുകൾ കൂടിയിട്ട് ഒരു മൃഗം, വേറെ ആളുകൾ കൂടിയിട്ട് വേറെ മൃഗം, അങ്ങനെ ഓരോ മൃഗത്തിലും 7 പേര് പങ്കുചേരും. അല്ലാതെ കുറെ ആൾക്കാരുടെ കാശ് പിരിച്ചിട്ട് കുറെ മൃഗം വാങ്ങിയിട്ട് ഒരു അറിവ്, അത് ശരിയാവില്ല. ഒരു മൃഗത്തിൽ 7 ആൾ തന്നെ ക്ലിപ്തായിട്ട് വേണം. ഒരു മൃഗത്തിൽ 7-1 ഓരി ഒരാൾക്ക് ഉണ്ടായിരിക്കണം. ഒരു മൃഗത്തിൽ 7 ആളെന്ന് പറയുമ്പോൾ തന്നെ പിന്നെ ആ മൃഗത്തില് പിന്നെ ഒരു 1000 രൂപയ്ക്ക് ഒരാൾ ചേർന്നു, പിന്നെ ബാക്കി 6 ആൾക്കാർ ബാക്കിയുള്ള കായൊക്കെ പടർത്തു. അപ്പൊ ഒരു മൃഗത്തില് അതിൽ 1000 രൂപയ്ക്ക് ചേർന്ന ആളെ അപേക്ഷിച്ചിടത്തോളം ആ 7 ആളുകൾ മൃഗത്തിലെ ഒരു ഓരിക്കാരനായി എന്നല്ലാതെ അതിലത്തെ 7-1 ഓരിക്കാരനായിട്ടില്ല. അങ്ങനാണോ? 7-1 ഓരിക്കാരനാണോ?
അല്ലാതെ 7 ആൾക്കാർ മൃഗത്തിൽ കൂടി 6 ആൾക്കാർ കുറെ കാശെടുത്ത് 5 ആൾക്കാർ കുറെ കാശെടുത്ത് ബാക്കി 2 ആൾക്കാർ അവരെ കൊണ്ട് ചെയ്യണ കുറച്ച് ആയിരുന്നു അതിൽ 7-1 ഓഹരിക്ക് എത്താവത്തോളം എത്താവുന്നിടത്തോളം ഇല്ല എന്നാ അയാളെ ഓഹരി ചേരൽ ശരിയായിട്ടില്ല. ഏതായാലും അങ്ങനെയൊക്കെ ഒരുമിച്ച് കൂടി സംഘടിത വഹിയത്തൊക്കെ നടക്കുന്ന അവസരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പല മൃഗങ്ങളും പലതൊക്കെ ആവുമ്പോൾ അതൊക്കെ വാങ്ങുന്നതിന് മുന്നേ തന്നെ ശ്രദ്ധിച്ചിട്ടാണെങ്കിൽ അങ്ങനെ ആദ്യമേ വക്കാലത്ത് കാര്യമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് വക്കാലത്ത്. അത് ഏൽപ്പിക്കേണ്ട പോലെ ഏൽപ്പിക്കണം. സംഘടിത ഉദ്ഹിയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ല സംഘടിതമായി നടത്തുന്നതിന്റെ ആളുകൾ പ്രത്യേകം ഒരാള് പിന്നെ ഏറ്റെടുക്കുക, വക്കാലത്ത് ചോദിച്ചു വാങ്ങുക, അല്ലെങ്കിൽ നമ്മൾ അറുക്കാൻ കൂടുന്ന ആളുകൾ വക്കാലത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് അതിന്റെ അറിവും അതിന്റെ വിതരണവും അതിന്റെ കാര്യങ്ങളടക്കം എല്ലാത്തിനും വക്കാലത്താക്കിയാൽ എളുപ്പമുണ്ട്. എന്നാ പിന്നെ അവർക്കനുസരിച്ച് വക്കാലത്താക്കിയിട്ട് കഴിഞ്ഞാൽ അവരെ നമ്മൾ വക്കാലത്താക്കി അവർക്കും വക്കാലത്താക്കാവുന്ന ഒരു സമ്മതം കൂടി കൊടുത്താൽ പിന്നെ ആ വിഷയത്തിനൊന്നും സുധാരിക്കും. അപ്പൊ അയ്യത്ത് സംഘടിതമായി നടത്തുന്ന ആളുകൾ സ്വയം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. അത് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി ഉസ്താദ്മാരോടൊക്കെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് നടത്തുന്ന കമ്മിറ്റിക്കാരോ മറ്റു സന്നദ്ധ സംഘടനകളോ ഒക്കെ അത് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് ചെയ്യണം. അതിനെ കുറിച്ച് അത്രയാണ് കാര്യമായിട്ട് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. അങ്ങനെ ആകുമ്പോൾ അവർ ചെയ്തോളൂ, ശ്രദ്ധിച്ച് ചെയ്തോളൂല്ലോ, അല്ലെങ്കിൽ അവരുള്ള ഒരു കുറ്റക്കാരി. പിന്നെ വേറൊന്ന് ഉദഹയ്യത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിന്നെ ഈ ഉദഹയ്യത്ത് ഞാനിതിന്റെ ഉദഹയ്യത്താക്കി പോലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ നീയത്ത് ഒരു പറച്ചിലും പിന്നെ അത് പറയുന്നതിനിടയ്ക്ക് ഒരു നേർച്ചാവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ഞാൻ ഇറക്കുമ്പോൾ നീയത്ത് വെക്കുമ്പോഴും അല്ലാത്തപ്പോൾ മൃഗത്തിന് മാറ്റി വെക്കുമ്പോൾ നീയത്ത് വെക്കണ എപ്പോഴും ഇതെന്റെ സുന്നത്തായ ഉദഹയ്യത്താണ്, ഞാൻ എന്റെ സുന്നത്തായ ഉദഹയ്യത്തിന് ഇറക്കുന്നു, ഇങ്ങനത്തെ നീയത്ത് ഒരു സുന്നത്ത് കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ അതാണ് ഏറ്റവും നല്ലത്. അല്ല ഞാനിതിനെ ഉദഹയ്യത്താക്കി പോലത്തൊക്കെ പറഞ്ഞാൽ അത് നേർച്ചയാവാനും പിന്നെ അത് അവന് ഭക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥ വരാനൊക്കെ സാധ്യത ഉള്ളതാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ എല്ലാവർക്കും അറിയാം, ദുൽഹിജ്ജ മാസം പറക്കലോടുകൂടെ ഈ ഉദഹയ്യത്ത് ഉദ്ദേശിക്കുന്ന ആളുകൾ നഖം മുടി പോലത്തൊന്നും നീക്കരുത്. എപ്പോഴാണോ അറിവ് കഴിയുന്നത് അതുവരെ അത് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളും പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അത്തരം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി ചേരുന്ന ആളുകൾ എപ്പോഴും ഒരു ഉസ്താദിനോടോ മറ്റോ ബന്ധപ്പെട്ട് ഞാൻ ഈ ഉദഹയ്യത്തിന് ചേരുന്നത് എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്ന് അവർ മനസ്സിലാക്കുക. സംഘടിത ഉദഹയ്യത്തൊക്കെ നടത്തുന്ന കമ്മിറ്റിക്കാർ ബന്ധപ്പെട്ടവർ ഞങ്ങൾ സംഘടിത ഉദഹയ്യത്ത് നടത്തുന്നുണ്ട്, എന്തൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ഉസ്താദെ എന്ന് ചോദിച്ചറിഞ്ഞ് നേരത്തെ തന്നെ അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഈ സംഘടിതമായ ഉദഹയ്യത്തിന് വേണ്ടി നേതൃത്വം കൊടുക്കുകയും ലാസ്റ്റ് നമ്മൾ കുറ്റക്കാരായും ചെയ്യുന്ന രീതിയിലേക്ക് പോയാൽ അത് വലിയ അപകടം ഉണ്ടാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നായിട്ട് ഉദഹയ്യത്ത് നല്ല രീതിയിൽ നിർവഹിക്കാൻ, അതുകൊണ്ട് നാളെ പരലോകത്ത് സിറാത്ത് വിട്ടുകിടക്കാൻ നല്ലൊരു വാഹനം തയ്യാറാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.